മൂന്നാമത്തെ ഒരു കൈൻഡ് ഓഫ് സോഫ്റ്റ് ബ്ലോക്കിംഗ് ആണ് റെസ്ട്രിക്റ്റിംഗ്. ഇൻസ്റ്റഗ്രാമിൽ ഒരാളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അവരുടെ കമൻറ്റുകൾ മറ്റുള്ളവർക്ക് കാണുന്നതിൽ നിന്ന് തടയും. അറിയാലോ, നമുക്ക് നേരിട്ടുള്ള സന്ദേശങ്ങൾ മെസ്സേജ് റിക്വസ്റ്റായി മാത്രം മാറും. അടുത്ത ഒന്നാണ് റിമൂവിങ് ഫ്രം ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റ്. ഇൻസ്റ്റഗ്രാമിൽ ക്ലോസ് ഫ്രണ്ട്സ് സ്റ്റോറിയിൽ നിന്ന് ഒരാളെ നീക്കം ചെയ്യുന്നത് അവർക്ക് ആ പ്രത്യേക സ്റ്റോറികൾ കാണാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു കൈൻഡ് ഓഫ് ബ്രേക്കപ്പാണ് എന്താണ് ഓൺലൈൻ ഡിറ്റാച്ച്മെൻറ്റ്. ഇതൊരു പുതിയ ടെർമിനോളജിയാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ ഒരു ബന്ധം ക്രമേണ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഓൺലൈൻ ഡിറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു സോഫ്റ്റ് ബ്ലോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു ബന്ധത്തിൽ നിന്ന് അകലം പാലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നേരിട്ടുള്ള കോൺഫിഡൻഷ്യൽ സംഭാഷണങ്ങൾ ഒഴിവാക്കി ഓൺലൈൻ സാന്നിധ്യം കുറച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയാണിത്. ലൈക്കുകളും കമൻറ്റുകളും കുറയ്ക്കുക. അതായത് മുമ്പ് പതിവായി ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളുടെ പോസ്റ്റുകളോട് പ്രതികരിക്കാതിരിക്കുക, ഒന്നും പ്രതികരിക്കാതിരിക്കുക. അവർ തമ്മിലുള്ള പൊതുവായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഡിലീറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ പെട്ടെന്ന് നീക്കം ചെയ്യുന്നു.